ഹായ്, എൻ്റെ പേര് ആദില. ഞാനിവിടെ ഫസ്റ്റ് ഫൗണ്ടേഷൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. CA എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഫൗണ്ടേഷൻ. അപ്പൊ അതൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പൊ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് അങ്ങനെ ഒന്ന് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഫൈനലൈസ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉണ്ട്, വളാഞ്ചേരിയാണ്, അത്യാവശ്യം കേട്ടിട്ട് നല്ല സ്ട്രിക്റ്റ് ആണ്, നമുക്ക് ഫോൺ അഡിക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ കരുതി ഓക്കെ നല്ലതാണ്, അങ്ങനെ പോകാമെന്ന് കരുതി. ഇവിടുത്തെ എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിൽ ഞാൻ എൻ്റർ ചെയ്തു. ഒരു പേടിയുണ്ടായിരുന്നു കിട്ടുമോ ഇല്ലേ എന്നുള്ളത്, കിട്ടൂല്ലേ എന്നുള്ളത്. അപ്പോൾ എഴുതി. എന്നാലും അക്കൗണ്ട്സ് നമ്മൾ +1 +2 പഠിച്ച അക്കൗണ്ട്സ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അത് ഞാൻ എഴുതി. കുഴപ്പമില്ല, കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ടൈം ഒക്കെ വന്നപ്പോൾ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്, അതിന്റെ ത്രില്ല് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് പിന്നെ ഫ്രണ്ട്സിനെ കിട്ടി, കൂടുതൽ നല്ല രസമായി. ഇനി എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൂട്ടുകെട്ടിന്റെ ഇടയിൽ ഞാൻ പഠിക്കാൻ മറക്കും എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫ്രണ്ട്സ് ആയിക്കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് സർക്കിളിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈഗിൾസിൽ വന്നതോ അങ്ങനെ ഒരു മൂമെന്റ്സ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള മൂമെന്റ്സ് കിട്ടുന്നുണ്ടെങ്കിലും അതിലുപരി ആ മൂമെന്റ്സ് നമുക്ക് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾക്ക്. കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററിങ് കിട്ടുകയാണ്. ഇവിടുത്തെ തന്നെ ഇപ്പോൾ മാം, മുസിര മാം, ജംഷിന മാം, ഇവരൊക്കെ വന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുകയാണോ അല്ല വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലും ഇതായി നിൽക്കുകയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു മൈൻഡ് നമുക്കുള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് മറ്റുള്ള ഡിസ്കഷൻസ് നമ്മൾ പോകാൻ നിൽക്കില്ല. അപ്പൊ ആ ഒരു പേടി എപ്പോഴും ഉള്ളിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഫസ്റ്റ് കുറച്ച് ദിവസം പോയി. പിന്നെ എക്സാം ഡെയിലി ഒരു ദിവസം ഇടവിട്ട് ക്ലാസ് ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും പഠിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു ദിവസം ഇടവിട്ട് എക്സാംസ് ഉണ്ട്. അതിന് മാക്സിമം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫൗണ്ടേഷൻ ഒരു CA എന്ന് പറയുന്ന കോഴ്സിന് അത്യാവശ്യം നല്ല നമ്മൾ ഇരിക്കണം, പഠിക്കാനിരിക്കണം. എല്ലാവരും പറയുന്ന കാര്യമാണ്. അല്ലാതെ കിട്ടുന്നവരുണ്ട്, അതും വളരെ ചുരുക്കമാണ്. നോർമലി എന്നെ പോലുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് എന്തായാലും കൂടുതൽ നേരം ഇരിക്കണം. പിന്നെ എനിക്കെന്ന് പറയുന്നത് ഫോണിന് പൊതുവെ ഞാൻ അഡിക്റ്റ് ആണെന്ന് പറയുന്നില്ല, പക്ഷെ എന്നൊക്കെ ഒരാൾ കൺട്രോൾ ചെയ്യണം. വീട്ടിലാണെങ്കിൽ ഉമ്മ എത്രത്തോളം കൺട്രോൾ ചെയ്ത് എത്ര എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഉമ്മ കാണാത്ത സമയം, ഉമ്മ വർക്കിൽ ഏർപ്പെടുന്ന സമയം എനിക്കതെടുക്കാം. അപ്പൊ ഇവിടെ ആവുമ്പോൾ ആകെ ഒരു അരമണിക്കൂർ നമുക്ക് നമ്മുടെ വീട്ടിലെ ഫാമിലിക്ക് വിളിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ കിട്ടും. അത് മതി. അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സ്ട്രിക്റ്റ് എനിക്ക് വേണം. ഇവിടെയുള്ള ആ സ്ട്രിക്റ്റ് എനിക്ക് വേണം. പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ വന്നവര് സ്ട്രിക്റ്റ് ആണ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സ്ട്രിക്റ്റ് ആണ്. രാവിലെ ഇവിടെ വരുന്നത് ഒരു 6:50 ആകുമ്പോഴാണ് റിപ്പോർട്ടിംഗ് ടൈം. 6:50 മുതൽ രാത്രി ഒരു 8 മണി 8:30 വരെ എന്തായാലും നമ്മൾ പഠിക്കും. അതിനിടയ്ക്ക് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട് എന്നല്ലാതെ ബാക്കി എല്ലാ സമയത്തും നമ്മൾ പഠിക്കുകയായിരിക്കും. പിന്നെ ഹോസ്റ്റലിൽ പോയി ഇവിടുന്നുള്ള സമയം എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഹോസ്റ്റലിൽ പോയി ടൈം ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാം, ഡ്രസ്സ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പ്രെയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഇവിടുന്ന് എഫക്റ്റീവായി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം. അങ്ങനെയാണ് സ്റ്റഡി ടൈം. ഒരു സമയം നമ്മൾ ഡൗൺ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ആരായാലും ഇവിടുത്തെ അതേ ഒരു പ്രിൻസിപ്പൽ ആണെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ മെന്റർ ആണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേർതിരിവില്ല. നമുക്ക് ആരെയാണോ ഇവിടുത്തെ ലത്തീഫ് സാറാണ് ഇവിടുത്തെ CEO, ലത്തീഫ് സാറാണ് ഇവിടുത്തെ ചെയർമാൻ. അപ്പൊ സാറിനോട് സംസാരിക്കുന്നതാണ് നമുക്ക് ഒരു പക്ഷെ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എന്നുണ്ടെങ്കിൽ സാർ അവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കാണാം. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഷാജിയ മാം അല്ലെങ്കിൽ അസദ് സർ, ജംഷീന മാം, ആരാണെങ്കിലും നമുക്ക് പോയി കാണാം, നമ്മുടെ പ്രഷർ എങ്ങനെയുണ്ടെങ്കിൽ കുറക്കാം. അപ്പൊ പിന്നെ സാറിന്റെ വക മോട്ടിവേഷൻ ക്ലാസ് വീക്ക്ലി, അല്ലെങ്കിൽ നമ്മളൊരു ഡൗൺ ആയി തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാത്ത് മാറി ചിന്തിക്കുന്നുണ്ടെന്ന് സാറ് തോന്നുന്ന സമയത്ത് സാറ് വന്ന് നമുക്ക് മോട്ടിവേഷൻ തരും. ബെനിഫിറ്റ്സ് ഉണ്ട്. CA പോലെ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അച്ചീവ് ചെയ്യണമെന്ന് നമ്മളെ ആഗ്രഹം ഉണ്ടാവുക നമ്മുടെ പാരന്റ്സിനാണ്. ഇതുവരെ എൻ്റെ അമ്മ നീ എടുത്തൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഈഗിൾസ് എടുത്തത് അത്ര നല്ല ഓപ്ഷൻ അല്ല എന്ന് പറഞ്ഞിട്ടില്ല, നല്ലതാണെന്ന് പറയുന്നത്. അമ്മക്ക് ഇൻഷാല്ലാ ഇന്റർനും ഇവിടെ വരാൻ തന്നെയാണ് ആഗ്രഹം. CA എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഇപ്പോഴത്തെ ഫേസിൽ, അതായത് CA എടുക്കണോ വേണ്ട എന്നുള്ള ഈ ഒരു ഫേസിൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. മറ്റുള്ളവരുടെ ചോദ്യങ്ങളുണ്ടാവും, ഇത് നിന്നെ കൊണ്ട് കഴിയോ ഇല്ല എന്നുള്ളത്. എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കുക. ഈ ഒരു കോഴ്സ്, അതായത് അക്കൗണ്ട്സ് അല്ല ഇങ്ങനത്തെ സബ്ജക്ട് എനിക്ക് താല്പര്യമുള്ളതാണോ, എനിക്ക് പറ്റുന്നതാണോ, നിങ്ങൾ അത് ഡിസൈഡ് ചെയ്യുക. അത് നിങ്ങൾ സയൻസ് എടുത്തോ ഹ്യൂമാനിറ്റീസ് എടുത്തോ കൊമേഴ്സ് എടുത്തോ ഒന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങൾക്ക് അത് കഴിയോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ നോക്കുക. കഴിയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി CA എടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറയാം വേറൊരു
ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ കോഴ്സിന് അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം. നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ നല്ലോണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അത്ര നന്നായി കൊണ്ടുപോകാൻ പറ്റാത്തൊരു സബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അല്ല നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആരും പറയുന്നു കേൾക്കും.